ദൃശ്യമനോഹരിയും വശ്യസുന്ദരിയുമായ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങിച്ചേർന്ന ഒരു മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജ്. ഇടുക്കി മെഡിക്കൽ കോളേജിലുള്ള ബ്രില്യൻറ്റിയൻസ്, അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ പേര് അക്സ, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ലാസ്റ്റ് ഇയർ പാല സെൻറ്ററിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ Q3 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് മോഡൽ എക്സാംസ് വളരെയധികം യൂസ്ഫുള്ളായി തോന്നി. ചില എക്സാംസ് വളരെയധികം ഡൗൺ ആക്കുമെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസോടെ നമ്മൾ ലാസ്റ്റ് നീറ്റിനെ അപ്പിയർ ചെയ്താൽ മതിയെന്നാണ് ഇനി വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനായിട്ടുള്ളത്. എൻ്റെ പേര് അശ്വതി, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ബ്രില്യൻ്റ് ട്രിവാൻഡ്രം സെൻറ്ററിലെ N4 ബാച്ചിലായിരുന്നു പഠിച്ചിരുന്നത്. എനിക്ക് ബ്രില്യനെ പറ്റി പറയുമ്പോൾ അവിടെ ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയറാണ്. നമ്മളൊന്ന് ഡൗൺ ആയാലും നമ്മളെ കൂടെ നിൽക്കാനും എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും ടീച്ചേഴ്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. ഭയങ്കര കാം ആൻഡ് പ്ലസൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. അതൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ആരതി, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ പാല ബ്രില്യനിലായിരുന്നു, റിപ്പീറ്റേഴ്സ് ബാച്ചായിരുന്നു. ഇവിടെ ഇടുക്കിയിലാണ് കിട്ടിയത്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും അതൊക്കെ. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ, എവിടെയും കിട്ടാത്തൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫെസിലിറ്റീസ് ആണെങ്കിലും ഡെവലപ്പായി വരുന്നുണ്ട്. ഭയങ്കര സന്തോഷം ഇടുക്കിയിൽ കിട്ടിയതിന്. എൻ്റെ പേര് ഹരിചന്ദന എം, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. R25 ബാച്ചിലായിരുന്നു. മിനി മിസ്സായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. മിസ്സ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ലാസ്റ്റ് മോഡൽ എക്സാം ഒക്കെ ആയപ്പോൾ അവസാനം നമ്മളെ മാർക്കൊക്കെ കുറഞ്ഞു വരുമ്പോൾ ഒക്കെ മിസ്സിൻ്റെ അടുത്തൊക്കെ പോയി ഓരോന്നൊക്കെ പറയുമ്പോൾ മിസ്സ് ഓരോ ഇതൊക്കെ തന്ന് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുത്തായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ബ്രില്യൻ്റ് നല്ല സപ്പോർട്ടീവായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ. എൻ്റെ പേര് സോന, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. തേവര ബ്രില്യൻ്റ് സെൻറ്ററിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരുന്നത് ബ്രില്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. വീക്ക്ലിയും മോഡൽ എക്സാം പേപ്പേഴ്സിന് എപ്പോഴും അത് ഓരോ ആൻസേഴ്സും കൃത്യമായി ചെക്ക് ചെയ്ത് എല്ലാം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുമായിരുന്നു. അപ്പം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. ഹായ്, എൻ്റെ പേര് വൃന്ദ, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം പാല ബ്രില്യൻ്റിൽ റിപ്പീറ്റർ ആയിരുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മൾ എങ്ങനെ എക്സാം എഴുതുമ്പോഴും അതിലെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ 3 സബ്ജക്റ്റിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ എക്സാമിനും 3 സബ്ജക്റ്റിനും ഒരുപോലെ ടൈം മാനേജ് ചെയ്ത് എഴുതാൻ നോക്കുക. എൻ്റെ പേര് സായി ജ്യോതി, വീട് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം ബ്രില്യൻറ്റിലെ N7 ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുന്നു. ഇവിടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടുത്തെ ഓരോ കുട്ടികൾക്കും 100 കുട്ടികൾ മാത്രമേ ഒരു ബാച്ചിലുള്ളൂ. ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. ഓരോരുത്തരുടെയും പേരും റോൾ നമ്പറും സഹിതം എല്ലാ ഫാക്കൽറ്റീസിനും അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു കംഫർട്ട് സ്പേസ് ആണ് ഇവിടം. നിങ്ങളെല്ലാവരും എക്സാമിന് വേണ്ടി നല്ല പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഒട്ടും ടെൻഷൻ വയ്ക്കാതെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങി, പഠിക്കേണ്ട സമയത്ത് പഠിച്ച് നല്ല ഊർജ്ജസ്വലരായിട്ട് ഇരിക്കണം. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് ആര്യ, എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്. പാല ബ്രില്യൻ്റിലെ S4 ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവരും എന്തായാലും മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിരിക്കും. ചിലർക്ക് മാർക്ക് കുറവാണും കൂടുതലാണും. അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു പ്രിപ്പറേറ്ററി ഫേസ് ആയിട്ട് എടുത്തിട്ട് എല്ലാവരും ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക. ടെൻഷൻ ഒട്ടും പാടില്ല. കാരണം ഇപ്പം നമുക്കൊരു ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പഠനത്തെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എൻ്റെ പേര് മമത, പാലക്കാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം പാല ബ്രില്യൻ്റ് R28 ബാച്ചിലായിരുന്നു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മൾ എക്സാംസിൽ ഇപ്പോൾ മാർക്ക് കൂടുന്നവരുണ്ടാവും, കുറയുന്നവരുണ്ടാവും. ഈ എക്സാംസ് എല്ലാം നമ്മളൊരു ഫേസിങ് പ്രിപ്പറേഷൻ മോഡിൽ മാത്രം എടുത്തിട്ട് നീറ്റിന് ഫുൾ 100% കൊടുക്കാൻ ശ്രമിക്കുക. ടെൻഷൻ ഒന്നും അടിക്കാതെ നന്നായി പെർഫോം ചെയ്യാൻ നോക്കുക. ആൻഡ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എൻ്റെ പേര് ആഷ്ന വർഗീസ്, ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ പാല സെൻറ്ററിലെ P16 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മോഡൽ എക്സാംസ് ഇപ്പോൾ നടന്നുകൊണ്ട് വരുന്ന ഒരു ക്രൂഷ്യൽ ടൈമാണല്ലോ ഇത്. അപ്പോൾ മാർക്ക് കൂടാൻ കുറയാം. അപ്പം ഒരിക്കലും റൂംമേറ്റ്സുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ മാർക്ക് ഒരിക്കലും കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കരുത്. അപ്പോൾ എക്സാം എഴുതുമ്പോൾ ഡൗൺ ആവാം, അപ്പാവാം ഉണ്ടാവുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ കൂടുമ്പോൾ അഹങ്കരിക്കുകയോ കുറയുമ്പോൾ തളർന്നു പോവുകയും ചെയ്യരുത്. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഈ ഒരു എൻട്രൻസ് ഫീൽഡിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MBBS കയറുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള MBBSൻ്റെ ബഡ്ഡിങ് സ്റ്റേജാണ് ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റൽ ലൈഫ് എന്ന്. ആൻഡ് ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് നന്ദന സുരേഷ്, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ബ്രില്യൻറ്റിലെ ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് പറയാനുള്ള വെച്ചാൽ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായി കുറേ മോഡൽ എക്സാംസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നന്നായി മോട്ടിവേറ്റഡ് ആയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് അലീന അജി, ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു.
എനിക്ക് ബ്രില്യൻ്റായിട്ടൊരു 3 കൊല്ലത്തെ പരിചയമുണ്ട്. റെസിഡൻഷ്യൽ ഇയേഴ്സിൽ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ കൊല്ലത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വട്ടത്തെ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം റിപ്പീറ്റിന് വേണ്ടി വീണ്ടും ബ്രില്യൻ പാലയിൽ മാരിഗോൾഡ് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. R7 ബാച്ചായിരുന്നു എൻ്റേത്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നതിന് ഒരുപാട് ഇമോഷണലി ആൻഡ് മെൻ്റലി പ്രിപ്പയർ ചെയ്തൊരു സമയമായിരുന്നു. ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ ബ്രില്യൻ്റിൽ ആ ഒരു കാലഘട്ടം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ എക്സാംസ് എഴുതി അതിൻ്റെ ടെൻഷനും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ഇനി എന്താ വരാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, കിട്ടുമോ കിട്ടില്ലയോ, കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും, കിട്ടിയാൽ എന്ത് പറ്റും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ആ ഒരു ആങ്ഷ്യസ് ഫേസിലൂടെ പോകുന്നൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഞാൻ ആ ഒരു ഫേസ് കഴിഞ്ഞു വന്ന ആളാണ്. ഒരു ഫെയിലിയറും കണ്ട് അത് കഴിഞ്ഞൊരു സക്സസും കണ്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ മോട്ടിവേഷനായിട്ട് എടുക്കുക. ഇപ്പോൾ ഈ ഒരു ഫേസിൽ എക്സാം എല്ലാം കഴിഞ്ഞ് കോളേജിൽ ജോയിൻ ചെയ്ത് വന്ന് നിന്ന് ഇവിടുത്തെ ഒരു ഇവൻറ്റ് കഴിയുമ്പോഴും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വീട്ടുകാരെ വിളിച്ച് പറയുമ്പോഴും ഓരോ ഫോട്ടോസ് എടുത്ത് പാരൻസിന് അയച്ചു കൊടുക്കുമ്പോഴും അവർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, അവരോട് ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഹാപ്പിനെസ്, ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സൗഹൃദങ്ങൾ, നിങ്ങൾ പിന്നെ പഠിച്ച് പുതിയ കോളേജുകളിലെത്തുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ് ഒരുപാടാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോളേജാണ് ഇവിടെ. ഇതുപോലെയുള്ള കോളേജുകൾ കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ എടുത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ആ കോളേജുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് അതൊരു മോട്ടിവേഷനായിട്ട് എടുത്ത് പഠിക്കുക. ചില സബ്ജക്ട്സ് വീക്കായിരിക്കും, ചില സബ്ജക്ട്സ് ഭയങ്കര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പറ്റാത്ത സബ്ജക്റ്റ് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. എനിക്ക് പേഴ്സണലി വന്നൊരു ഫോൾട്ടായിരുന്നു അത്. എനിക്ക് അറിയാത്ത സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ വേണ്ടാന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വട്ടം എനിക്ക് അത് കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നഷ്ടമാവുന്നൊരു സിറ്റുവേഷൻ വന്നായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോരുത്. ഏതൊരു ചാപ്റ്റർ ആയാലും നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചു വെക്കുക. അത് നിങ്ങളെ ഒരുപാട് ലാസ്റ്റ് മൊമെൻറ്റ്സിൽ ഹെൽപ്പ് ചെയ്യും. പ്രിപ്പയർ ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, പഠിച്ചത് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. സ്ഥിരം എല്ലാവരും പറയുന്നതൊക്കെ തന്നെ പറയാനുള്ളൂ. സ്ട്രെസ് ആവരുത്. നിങ്ങളെ കാത്ത്, നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഒരു കോളേജും അവിടെ ഒരു സീറ്റും അവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികളും, നിങ്ങളുടെ കൂട്ടുകാരാവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളും, നിങ്ങളെ പഠിപ്പിക്കാൻ കാത്തിരിക്കുന്ന ടീച്ചേഴ്സും എല്ലാം നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇരിപ്പുണ്ട്. ആ ഒരു ഫ്യൂച്ചറിലേക്ക് വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. സോ മെയ് 4 നിങ്ങളുടേതാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.